ധാരാളം സുന്നത്ത് നിസ്കാരങ്ങൾ നമുക്കറിയാം. പക്ഷേ ആ സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ നാം നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളത് ആലോചിക്കേണ്ടത്. ഞാനൊരു നിസ്കാരം നിങ്ങളെ പരിചയപ്പെടുത്താം. നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണെങ്കിലും പലപ്പോഴും നമ്മൾ സുന്നത്ത് നിസ്കാരങ്ങൾ ഗൗരവത്തിലെടുക്കാറില്ല. നമ്മുടെ ഫർള് നമസ്കാരം സ്വീകരിച്ചോ ഇല്ലേ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ ഫർള് നമസ്കാരങ്ങളിൽ എന്തെങ്കിലും അപാകതകൾ വന്നാൽ അതിനൊക്കെ പരിഹരിക്കപ്പെടുന്നത് സുന്നത്ത് നിസ്കാരങ്ങളിലൂടെയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരു സുന്നത്ത് നിസ്കാരം വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ ആളുകൾ മുഖവിലക്കെടുക്കാത്തതുമായ വളരെ പ്രതിഫലാർഹമായ ഒരു സുന്നത്ത് നിസ്കാരമാണ് പരിചയപ്പെടുത്തുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ നിസ്കാരത്തിന്റെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, അവ്വാബീൻ എന്നാണ്. ഫുഖഹാക്കൾ ഇത് വളരെ വ്യക്തമാക്കി അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയത് കാണാം. അവ്വാബീൻ നിസ്കാരം 2 റക്അത്ത് സുന്നത്ത് അല്ലാഹു തആലയ്ക്ക് വേണ്ടി നിസ്കരിക്കുന്ന നേരത്ത്. ഇതിന്റെ സമയം മഗ്രിബ് ഇശാഇന്റെ ഇടയിലാണ്. മഗ്രിബ് നിസ്കരിച്ച് സംസാരത്തിലൊന്നും ഏർപ്പെടാതെ സാധാരണ മഗ്രിബിന്റെ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ചുരുങ്ങിയത് 4 റക്അത്താണ്, ഏറ്റവും കൂടിയാൽ 20 റക്അത്താണ്. ഇനി സാധാരണ രീതിയിൽ നിസ്കരിക്കുന്ന ഏറ്റവും അഫ്ളലായ രൂപം 6 റക്അത്താണ്. അപ്പൊ നമുക്ക് കഴിയുന്ന ചില പണ്ഡിതന്മാർ പറഞ്ഞു അതിന്റെ മഹത്വം ലഭിക്കാൻ 2 റക്അത്തെങ്കിലും നിസ്കരിക്കാമെന്നുള്ളതാണ്. ആ 2 റക്അത്ത് കീപ്പ് ചെയ്യാൻ നാം ശ്രമിക്കുക. ഇനി സാധാരണ 6 റക്അത്ത് നിസ്കരിക്കുന്നവർക്ക് പ്രത്യേകം സൂറത്ത് ഓതൽ സുന്നത്തുണ്ട്. ഒന്നാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, രണ്ടാമത്തെ റക്അത്തിൽ ഇദാ ജാഅ, എന്നിട്ട് സലാം വീട്ടിയാൽ വീണ്ടും 4 റക്അത്ത് 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ അതില് ഒന്നാമത്തെ റക്അത്തില് തബ്ബത് യദാ അബീ ലഹബ് എന്ന സൂറത്തും രണ്ടാമത്തെ റക്അത്തില് ഖുൽ ഹുവല്ലാഹു എന്ന സൂറത്തും ഓതാം. പിന്നെയും നിസ്കരിക്കുമ്പോൾ ഒന്നാമത്തെ റക്അത്തിൽ ഫലക്ക് സൂറത്തും രണ്ടാമത്തെ റക്അത്തിൽ നാസ് സൂറത്തും. ഇതിന്റെ മഹത്വം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇമാം ബുഖാരി, മുസ്ലിം, തുർമുദി, ഇബ്നു മാജ ഏറ്റവും പ്രഗത്ഭരായ ഹദീസ് പണ്ഡിതന്മാർ റിവായത്ത് ചെയ്തതാണ്. 12 വർഷത്തെ ഇബാദത്തിന് തുല്യമായ പ്രതിഫലം ലഭിക്കും എന്നുള്ളതാണ്. അത് വലിയൊരു നേട്ടമാണ്. നമുക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടുന്നത് ഇബാദത്തായി മാറും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മറ്റൊരു പ്രതിഫലം പറയുന്നു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, 50 വർഷത്തെ പാപങ്ങൾ പൊറുക്കണം. അല്ലാഹു ഈ ഒരു സലാത്ത്, ഈ ഒരു നിസ്കാരം ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകട്ടെ.